ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമും അതുപോലെ തന്നെ CBFും പ്രതിസന്ധി സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തുന്നത്. ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് CBFിൻ്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസിന് വലിയ പ്രതിഷേധങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു വിവാദം കൂടി നടന്നിരുന്നു. അതായത് CBFിനകത്ത് ചില ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എഡ്നാൾഡോ റോഡ്രിഗസ് ചെയ്തു എന്ന ആരോപണങ്ങൾ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഒരു കേസ് അദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ എഡ്നാൾഡോ റോഡ്രിഗസിന് അനുകൂലമായിക്കൊണ്ടാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സുപ്രീം കോർട്ടിലെ മിനിസ്റ്ററായ ഗിൽമർ മെൻഡസ് ഇപ്പോൾ ഇദ്ദേഹത്തിനൊപ്പം നിലകൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എഡ്നാൾഡോ റോഡ്രിഗസിനെ റിമൂവ് ചെയ്യണം എന്ന റിക്വസ്റ്റ് ഗിൽമറിന് ലഭിച്ചിരുന്നു. അത് അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം CBFിൻ്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് എഡ്നാൾഡോ റോഡ്രിഗസ് തുടരും എന്ന് തന്നെയാണ്. ബ്രസീലിയൻ ആരാധകർക്കിടയിലുള്ള ഒരു ആശങ്ക, കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ കഴിയില്ലേ? എഡ്നാൾഡോ റോഡ്രിഗസിന് സ്ഥാനം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടി വരില്ലേ എന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഇപ്പോൾ വഴിയില്ല. എഡ്നാൾഡോ റോഡ്രിഗസ് തന്നെ തുടരും. അദ്ദേഹം ആഞ്ചലോട്ടിയെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.